ജിമ്മിൽ നിന്ന് വർക്കൗട്ട് കഴിഞ്ഞ് എത്തിയതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലല്ലോ, ഒന്നാമത്തെ ആഴ്ച അല്ലേ, 0 നിന്ന് ഒന്നാമത്തെ ആഴ്ചത്തെ ഒരു അപ്ഡേറ്റ് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. എങ്ങനെയായിരുന്നു തന്നെ ജിമ്മിൽ വർക്കൗട്ടൊക്കെ? ഇന്ന് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് ചെസ്റ്റ് ഡേ ആയിരുന്നു. ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് ആയിരുന്നു. പുഷ് ഡേ. അതെ, എക്സ്പേർട്ട് പറയുന്നത് നമ്മൾ അനുസരിക്കുകയല്ല, കേൾക്കുക. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം. അതെ, വെയിറ്റും കാര്യങ്ങളും ഞങ്ങൾ ജിമ്മിൽ നിന്ന് നോക്കിയായിരുന്നു. പൊന്നനെ സംബന്ധിച്ച് ഒരു വ്യത്യാസമുണ്ട്. എൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച, ഈ വരുന്ന ആഴ്ച കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഡയറ്റിൽ. ഭയങ്കര ഇതാണല്ലോ, വെട്ടാണല്ലോ എന്നാ. അത് വെട്ടം പോട്ടെ, ഭയങ്കര ഇത് മിന്നൽ വരികയാണല്ലോ. എന്നാലും ഇതിന്റെ അരിപ്പചട്ടിയുടെ ഒരു ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. കുറച്ചാലും കഴിയുമ്പോ ഓർത്ത് ചിരിക്കണ്ടേ എന്റെ അരിപ്പചട്ടിയുടെ ഇല്ലില്ല. എന്റെ നഗ്നത എനിക്ക് ആരെയും കാണിക്കാൻ താല്പര്യമില്ല. എന്നാ പോയി നീ ചട്ടി മാറ്റിട്ട് വാ. എന്നാ ഈ ഷഡ്ഡിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാണ്ടല്ലോ, അതിന് വേണമെങ്കിൽ ഒരു കുഞ്ഞു മീനിനെ പിടിക്കാൻ പറ്റും. അമ്മാതിരി ഇതാണ്. അയ്യോ, അവൻ 1/2 കിലോ കൂടിയെന്നാണ് പറഞ്ഞത് വെയിറ്റ് നോക്കിയപ്പോൾ. എനിക്ക് എത്രയാണോ 1 കിലോ കുറഞ്ഞോ? ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്നെ. ഇപ്പൊ നോക്കട്ടെ, അതെ പറഞ്ഞത് നോക്കിയോ, 71.50. ഇന്ന് നോക്കിയപ്പോൾ ഒരാഴ്ച മുന്നേ എനിക്ക് എത്രയായിരുന്നു? എടാ ഇതില് ഫോട്ടോ ഇല്ലടാ ഞാൻ നിൽക്കുന്ന എൻ്റെ. ജോയെ ആണല്ലേ? അപ്പോൾ ഒരാഴ്ച മുന്നേ എനിക്ക് 72.150 ഞാൻ 1,200 ഗ്രാം എനിക്ക് കുറഞ്ഞു കൂടാ. അത്ര മിക്കവാറും വാട്ടർ വെയിറ്റ് ആയിരിക്കും എല്ലാം പോയിട്ടുണ്ടാവുക. എന്തായാലും ഒരു 2-3 മാസം കഴിയാതെ നമുക്കൊരു കൃത്യമായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ആദ്യത്തെ ആഴ്ച അത്രയും കുറഞ്ഞ നന്നായി. പതുക്കെ ശരിയാക്കി എടുക്കാം. എൻ്റെ കാര്യമാണെങ്കിൽ നേരെ തിരിച്ചാണ്. എനിക്ക് ആദ്യത്തെ ദിവസം 85,400 ഉണ്ടായിരുന്നതാണ്. ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 85,950 എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആഴ്ചയിൽ എൻ്റെ ഡയറ്റ് അപ്പോൾ എനിക്ക് അതനുസരിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് തോന്നുന്നു തന്നെ ഒരാഴ്ചത്തെ ജിമ്മിലെ ഇതിനുശേഷം? ഇപ്പം എന്ത് പറയാനാണ്, എന്താ ഒരാഴ്ച കൊണ്ട് എന്ത് പറയാൻ പറ്റും? എന്നാലും വേദനകളൊക്കെ, ലെഗ് ഡേക്ക് ഹാംസ്ട്രിങ്സിന് അന്യായ വേദനയായിരുന്നു. ഇത് കഴിഞ്ഞ് അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ കുറേ കാലത്തിന് ജിമ്മിൽ പോകുമ്പോഴുള്ള ആ ഒരു വേദനകൾ അതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടാവില്ല പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ്, ഒരു 1-2 സപ്ലിമെൻറ്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ട് പ്രോട്ടീൻ പൗഡറും അതേപോലെ ക്രിയേറ്റിനും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും നമ്മുടെ ഡയറ്റിൽ ഇതാക്കണം. പിന്നെ ഡയറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? സെയിം സംഭവം പൊന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഇതാക്കണം. ഞാൻ എൻ്റെ ഡയറ്റിൽ എന്തായാലും ഞാൻ മാറ്റം വരുത്തുന്നു. കാരണം ഞാൻ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു കാർബോഹൈഡ്രേറ്റ് ഇതാക്കാൻ വേണ്ടി, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കുറയ്ക്കാൻ തീരുമാനിക്കാം. കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതല്ല, അതായത് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഇതിനകത്ത് ഞാൻ ഇതാക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ഹെൽത്തി ഫൈഡ് നോക്കുന്നുണ്ടല്ലോ, അത് എനിക്ക് ഡെയിലി 360 ഗ്രാം കാർബ് ഇത് വേണം, ഇൻടേക്ക് വേണം. അപ്പം അതിനുവേണ്ടി ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തടി എനിക്ക് ചെറുതായിട്ട് കൂടുന്നത് കണ്ടതുകൊണ്ട് ഞാനത് കുറയ്ക്കാൻ പോവാണ്. അതാണ് എൻ്റെ പ്ലാൻ ഈ ആഴ്ചത്തെ. നോക്കാം അടുത്ത ആഴ്ച വർക്കൗട്ട് ആകുമോ, എന്തെങ്കിലും വ്യത്യാസം കാണുമോ. എന്താണേലും അടുത്ത ആഴ്ച അല്ല, ഇന്ന് തീയതി ഏതാ?
ഇന്ന് നവംബർ 5 ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നവംബർ 4. അപ്പോൾ ഇന്ന് നവംബർ 4. നമുക്കിനി നവംബർ 11 കാണാം. അല്ലേ 11 ആയിരിക്കും. അതെ, നവംബർ 11 അടുത്ത 2ാമത്തെ ആഴ്ചത്തെ അപ്ഡേറ്റുമായിട്ട് കാണാം. അടുത്ത ആഴ്ച പാക്കലാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പ്രോട്ടീൻ പൗഡറിൽ. ഹെൽത്ത് ഫാമിൻ്റെ മസിൽ വേ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഡബിൾ റിച്ച് ചോക്ലേറ്റ് ഫ്ലേവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2 കിലോയുടെ ബോട്ടിൽ. അതിൻ്റെ ഒപ്പം തന്നെ കോംബോ ഓഫർ ആയതും കൊണ്ട് നമുക്ക് 100 ഗ്രാമിൻ്റെ അവരുടെ തന്നെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് സെപ്പറേറ്റ് വാങ്ങേണ്ടി വന്നില്ല. ഇത് രണ്ടും കൂടെ ഏതാണ്ട് 3200 രൂപയ്ക്ക് അടുത്തായി. ഇത് ഒരു സ്കൂപ്പിൽ 26 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ഈ ഹെൽത്ത് ഫാമിൻ്റെ ഇതിൽ നമുക്ക് ഒരു സ്കൂപ്പിൽ 26 ഗ്രാം പ്രോട്ടീനാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ ഇത് ട്രസ്റ്റിഫൈഡും ആണ്.